ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ്. ബി.ജെ.പിയുടെ ശക്തമായ സാന്നിധ്യമാണ് ഈ ശ്രദ്ധ കൂടുതൽ ലഭിക്കാൻ ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ പാലക്കാടൻ കാറ്റ് ആരാകുമെന്ന ആകാംക്ഷയുടെ കൊടുമുടിയിലാണ് കേരളം മുഴുവൻ. പാലക്കാട് മണ്ഡലത്തിൽ മത്സരം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ്. ഇവിടെ തുടക്കത്തിലെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്നും കോൺഗ്രസ് അവസാന നിമിഷം താഴേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പിക്കുമ്പോഴും വലിയ ഭൂരിപക്ഷം ആരും അവകാശപ്പെടുന്നില്ല. അതേസമയം ബി.ജെ.പി വലിയ പ്രതീക്ഷയിലാണ് താനും. പ്രചരണം വിജയം കാണുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പ്രധാനമായും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ. ഇവിടെ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാൻ സാധിച്ചെന്നാണ് അവരുടെ അവകാശവാദം. RSSന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളിലാണ് ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്നത്. അതേസമയം ബി.ജെ.പിയുടെ ഈ പ്രതീക്ഷ ശരിയല്ലെന്നാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പാലക്കാട് ആയതുകൊണ്ട് കംഫർട്ടബിളായി കോൺഗ്രസ് വിജയിക്കുമെന്ന് രാഹുൽ പറയുന്നു. പോളിംഗ് ശതമാന കണക്കുകളിൽ ഊന്നിക്കൊണ്ടാണ് രാഹുലും ബി.ജെ.പി അവകാശവാദത്തെ ഖണ്ഡിക്കുന്നത്. മുൻപേ വന്ന കണക്കുകൾ പോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. ജനറൽ തെരഞ്ഞെടുപ്പ് അല്ലാത്തതുകൊണ്ടാണ് പൊതുവെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത്. എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തെ 75% എന്നത് 68% കുറയുകയാണ് ഉണ്ടായത്. 7% കുറവാണ് വോട്ടിംഗിൽ രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഉള്ളത് മുനിസിപ്പാലിറ്റിയിലാണ്. ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞത്. ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ വോട്ടിംഗ് കൂടിയിട്ടുണ്ടെന്നും രാഹുൽ അവകാശപ്പെടുന്നുണ്ട്. ബി.ജെ.പിക്ക് ലീഡ് ലഭിച്ചിരുന്ന പാലക്കാട് നഗരസഭയിലടക്കം UDFന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന കണക്കാണ് ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും ലഭിച്ചിട്ടുള്ളതെന്നാണ് UDF കണക്കുകൂട്ടൽ. പിരായിരി പഞ്ചായത്തിൽ 8000 വരെ ലീഡ് ഉയരുമെന്നും ബൂത്ത് തല കണക്കുകൾ പറയുന്നു. പാലക്കാട്ട് മത്സരം UDFും ബി.ജെ.പിയും തമ്മിലാണ്. 184 ബൂത്തുകളിൽ 106 ബൂത്തുകൾ നഗരസഭയിലാണ്. വോട്ടെണ്ണലിൽ തപാൽ വോട്ടിന് ശേഷം ആദ്യം നഗരസഭയിലെ 106 ബൂത്തുകളും പിന്നീട് പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളും ഒന്നിനു പുറകെ എണ്ണി തുടങ്ങും. നഗരസഭയിൽ 2000ഓളം, പിരായിരി പഞ്ചായത്തിൽ 8000 വോട്ടുകളുടെ ലീഡും UDF പ്രതീക്ഷിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ E. ശ്രീധരനിലൂടെ നഗരസഭയിൽ നിന്ന് മാത്രം 34,143 വോട്ട് നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ 27,905 വോട്ടാണ്. അന്ന് ബി.ജെ.പിക്ക് 6,238 വോട്ടിന്റെ ലീഡ്. മൂന്നാം സ്ഥാനത്തെത്തിയ CPMന് കിട്ടിയത് 16,455 വോട്ട് മാത്രം. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടായി. നഗരസഭയിൽ ബി.ജെ.പി ലീഡ് 497 വോട്ടിൽ ഒതുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ വോട്ടിൽ 4,788 വോട്ടിന്റെ കുറവുണ്ടായി. ബി.ജെ.പി നേടിയത് 29,355 വോട്ട്. കോൺഗ്രസിന് 28,858 വോട്ട് വീണു. 2021 953 വോട്ടിന്റെ വർധനയുണ്ടായിരുന്നു. CPMന് 16,356 വോട്ട് കിട്ടി. നഗരസഭയിൽ UDFും ബി.ജെ.പിയും മുന്നിലെത്തുന്നതിനാൽ മണ്ഡലത്തിൽ 1ഉം 2ഉം സ്ഥാനത്തിനായുള്ള മത്സരം കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ്. ഇവിടെ 10,000-ലേറെ വോട്ടിന് പിന്നിലായതിനാൽ 3 പഞ്ചായത്തുകളിൽ മുന്നിലെത്തിയാലും ഇടതുമുന്നണിക്ക് വിജയപ്രതീക്ഷ ഏറെ അകലെയാണ്.